സമയം എത്രയായി ലക്ഷ്മി? 11 മണി കഴിഞ്ഞു രേണു. നല്ല ശ്രദ്ധയുണ്ടല്ലേ? പിന്നല്ലാതെ. എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും, നമ്മളെ ലവ് സ്റ്റോറിയിൽ നിൽക്കല്ലേ. അന്ന് രാത്രി ഈ കക്ഷി വിളിച്ചു, പിന്നെ എന്താ സംഭവിച്ചേ? പിന്നെ എല്ലാ ദിവസവും ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു, ഫോൺ വിളികൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ പ്രണയം പൂത്ത് തളിർത്തു വലിയൊരു മരമായി മാറി. പൂത്ത തളിർത്ത് മരമാകുന്നതിനിടയിൽ ആളുകൾ വളവും ഇട്ട് തന്നോ? ആരും കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ സിസ്റ്ററിന് അറിയായിരുന്നു. അദ്ദേഹം ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു, അവരുടെ വീട്ടിൽ. നമ്മളന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നില്ലയോ? ഞാൻ പഠിക്കുന്നേണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു ആ സമയത്ത്. ചെറിയ കുട്ടിയായിരുന്നു. എന്നിട്ട് പക്ഷെ അദ്ദേഹത്തിന് ഗൾഫിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനു മുമ്പ് കല്യാണം ഫിക്സ് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതെ, ഈ കഥയുടെ പോക്ക് കണ്ടപ്പോ എനിക്കൊരു സംശയം. അവസാനം വരെ ആകാംക്ഷ സഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ചോദിക്കാം. ചോദിച്ചോളൂ. ഇയാളെയാണോ കല്യാണം കഴിച്ചേ? അതെ, തീർച്ചയായിട്ടും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതുപോലൊരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണോ? ക്ലബ് എഫ്എമ്മിൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് എൻ്റെ കൂടെ ഒരു ലവ് ബൈറ്റ്സ് ചെയ്യണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ തിരിച്ചു വിളിക്കട്ടോ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഒരു നാൾ വരും എന്ന മൂവിയിലെ മനോഹരമായൊരു ഗാനമാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഞാൻ റീനു, എൻ്റെ കൂടെ ലക്ഷ്മി കല്യാണത്തിന്റെ ആ ഒരു നാള് എന്നാ വന്നേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ചുപേര് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടത്. അന്തം വിട്ടുപോയി. കാരണം അതിനു മുമ്പ് ഇതുവരെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇത്രയും ആൾക്കാർ എന്നെ പെണ്ണാണ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണ ചെറുക്കനില്ലാതെ ഇവര് മാത്രമായിട്ട് എന്നെ കാണാൻ വന്നു. അതെന്താ ഏർപ്പാടാണല്ലേ? ചെറുക്കനില്ലാതെ അച്ഛനും ചെറുക്കനെ പലതവണ കണ്ടതാണ്. എന്നാലും ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് വരാലോ. എന്തോ വന്നില്ല. ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമോ തോന്നുന്ന റിയൽ ലവ് ആണ്? ഇല്ല. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ വീട്ടിൽ വാശി പിടിച്ചിട്ടില്ല. എനിക്ക് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു വാശി വളരെ വലുതായിരുന്നു. വീട്ടിലും അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടുകാരുടെ മേൽ ചെലുത്തിയ പ്രഷർ ഉണ്ടല്ലോ, പെണ്ണിന് തരണം എന്ന് പറഞ്ഞിട്ട്, അത് വളരെ വലുതായിരുന്നു. ഇതൊക്കെ കണ്ടായിരുന്നു. അപ്പോ എന്റെ അച്ഛനും തോന്നിക്കാണും മകൾക്ക് നല്ലൊരു ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് തോന്നിക്കാണും. ഇത്രയും സ്നേഹിക്കുന്ന ഒരാളാവുമ്പോ ഏതൊരച്ഛനാലും സമ്മതിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മളെങ്ങനെയൊക്കെയോ കല്യാണം കഴിച്ചു. അതിനുശേഷം ഗൾഫിലേക്ക് ആള് തിരിച്ചു പോയോ? കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തില് വിരഹം ആരംഭിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് വെറും 16 ദിവസം മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. അതിനുശേഷം ഗൾഫിലോട്ടും. അതിനർത്ഥം ഇപ്പൊ നിങ്ങൾ 2 സ്ഥലത്താണ്. എനിക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ലക്ഷ്മി. ക്ലബ് എഫ്എമ്മിലെ മനോഹരമായ ഈ ഗാനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റീനു എന്ന് ചോദിക്കാനുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സിനെ കുറിച്ച്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയം നിറഞ്ഞ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ലക്ഷ്മി കല്യാണം കഴിഞ്ഞിട്ട് 16 ദിവസമായപ്പോ കക്ഷി ഗൾഫിലേക്ക് പോയി. അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ റിലേഷൻഷിപ്സ് വർക്ക്ഔട്ട് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാ? ബിഫോർ മാരേജ് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പക്ഷെ ആഫ്റ്റർ മാരേജ് അങ്ങനെയല്ല. നമ്മൾ ഏത് നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് നിമിഷവും. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു ചെന്നു. അദ്ദേഹത്തിന്റെ അമ്മയോടും അച്ഛനോടും സിസ്റ്ററോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഫീലിങ്സ് അല്ലേ. അദ്ദേഹത്തിന്റെ റൂമിലാണ് ഞാൻ ഉറങ്ങുന്നത്. വാർഡ്രോബ് തുറക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഡ്രസ്സാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ എന്താ പറയാ, ആ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ ചെലവഴിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് വിഷമായിരുന്നു മനസ്സിൽ. ഒപ്പം മനസ്സിലാ പ്രണയം കൂടുതൽ ശക്തിയാർജിച്ചു വരുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വഴക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്നും എപ്പോൾ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ടെൻഷൻ മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് അകന്നു നിൽക്കുമ്പോൾ ഇഷ്ടോ പ്രണയോ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമാണല്ലേ. ഓരോരുത്തർ